പ്രിയപ്പെട്ടവരെ, അടുത്ത ബില്ലോടുകൂടി ഡബ്ലിൻ തിലോത്തമ്മ തിയേറ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ നാടകം പോൾസന്റെ ഹണിയോണം. കഥാപാത്രങ്ങളായി നടിക്കുന്നവർ: ജോൺസൺ ആസ് പോൾസൺ, വിനീത് ആസ് വിനീത്, പ്രശാന്ത് ആസ് പ്രസാദ്, ജോഫിൻ ആസ് സോഫിൻ, അമൽ ആസ് അഖി, ആശ ആസ് മീന, രംഗപടം രംഗണ്ണൻ, അജയ്. രചനാ സംവിധാനം പ്രശാന്ത്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഇല്ല, കരിമീൻ വറുത്തതില്ല. ചിക്കൻ വറുത്തതുണ്ട്. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള കുക്കിംഗ് കഴിഞ്ഞു. ഇനി അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നേക്കാൾ മുമ്പേ ഒന്ന് കുളിക്കണം. ഹലോ സുനീത് മോനെ, അളിയാ. നമ്മളെയൊക്കെ അറിയോ? നമ്മള് അയർലൻഡിൽ തന്നെ താമസിക്കുന്നവരാണേ. ഓ, അത് നീ ആക്കിയതാണല്ലേ. എടാ, നീ ഇത്ര സെൽഫിഷ് ആയി പോയല്ലോടാ. ഒന്നുമില്ലേലും 3 കൊല്ലം ഓരോ നേഴ്സിംഗ് ഹോമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ നമ്മള്. എന്നെ നീ മറന്നു പോയത് മോശമായി പോയല്ലേ. ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എന്റെ പൊന്നളിയ, നിന്നെ ഞങ്ങൾ ഒഴിവാക്കി ട്രിപ്പ് പോയതല്ല. അവരെല്ലാം കൂടി പെട്ടെന്ന് വന്ന് ഒരു വണ്ടി എടുത്ത് അങ്ങ് പോവായിരുന്നു. നിന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി സ്ഥലം വേണ്ടേ, അതാ പറ്റിയത്. നീ ക്ഷമി പ്ലീസ്. ഇത്രയും നാൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പ് നിങ്ങൾ എന്നെ കൂട്ടാതെ പോയിട്ട് അത് ക്ഷമിക്കാൻ തോമയുടെ ശവത്തിനെ കഴിയൂ. നീ ഒന്ന് ക്ഷമിക്കളിയാ പ്ലീസ്. എന്റെ വിഷമം നമുക്ക് ഓണപരിപാടിക്ക് 2 അടിച്ചാൽ തീർക്കാം. ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. ഏടാ, ഈ അയർലൻഡിൽ ഇത്രയും മലയാള സിനിമയായും സെലിബ്രിറ്റികളുമായും ബന്ധമുള്ള ഏക സെലിബ്രിറ്റി ആരാ? അത് നീയല്ലേ. മുൻ മലയാള പ്രൊഡക്ഷൻ കൺട്രോളർ മിസ്റ്റർ സുനീത് കോലഞ്ചേരി. മതി, നീ കൂടുതൽ അങ്ങ് സൂചിപ്പിക്കണ്ട. ഷേടാ, സുഖിപ്പിച്ചതല്ലടാ, നിനക്ക് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഓണപരിപാടിക്ക് സെലിബ്രിറ്റിയെ വിളിക്കാൻ നിന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചത്. അല്ലാതെ സെലിബ്രിറ്റിയെ കൊണ്ടുവരുമ്പോ നിനക്കതിന്റെ ഇടയിൽ കിടന്ന് ഷൈൻ ചെയ്യാനല്ല. അല്ലളിയാ, സമകാലീന പ്രാധാന്യമുള്ള ഒരു കാര്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ. സമകാലീന പ്രാധാന്യം? അതെന്തോന്നു? അല്ല, മറ്റേ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്റെ പേര് വല്ലതും ഉള്ളത് കൊണ്ടാണോ നീ സ്റ്റുഡന്റ് വിസ എടുത്ത് അയർലൻഡിലേക്ക് വന്നത്? നീ വൈകിട്ട് ഓണ കമ്മിറ്റിക്ക് വാ, നിനക്ക് ഞാൻ നേരിട്ട് പറഞ്ഞു തരാടാ മോനെ. ഓക്കെ ഓക്കെ. പ്രസാദ്, ഇവനെന്താ? ഹലോ പ്രസാദേ. പോൾസേട്ടാ, എന്താ പരിപാടി? ഓ, ഞാനിവിടെ കുക്കിംഗ് ആയിരുന്നടാ. അവള് ഡ്യൂട്ടി അല്ലേ. ആഹാ, കൊള്ളാലോ. എന്താണ് സ്പെഷ്യൽ? മീൻ തലക്കറി വെക്കാനായിരുന്നു പ്ലാൻ. അവസാനം തലയും പാലും ഇല്ലാതെ നടുക്കഷ്ണം എടുത്ത് വറുത്ത്. അത് കലക്കി. നീ എന്നാ ചുമ്മാ വിളിച്ചാണോ? ഞാൻ വിളിച്ചത് ഓണപരിപാടി എങ്ങനെയാന്നേ. ആ ടൈഗേഴ്സ് ക്ലബ്ബുകാർ ഈ കൊല്ലം വൻ പരിപാടികളാണെന്നാ കേൾക്കുന്നേ. ആണോ? അതേ നീ, നമുക്ക് ഈ കൊല്ലമെങ്കിലും ഒരു സെലിബ്രിറ്റി കാണുമോ? സെലിബ്രിറ്റി ഇവിടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഇട്ടാൻ എല്ലാരും വെവ്വേറെ വിളിക്കണം. അങ്ങനെയുള്ളപ്പം ഇത്രയും നടക്കുന്ന തന്നെ മാവേലി ചെയ്ത പുണ്യം. അങ്ങനെ പറയരുത്, റിപ്ലൈ കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ സെക്രട്ടറി വിചാരിച്ച് ഇതെല്ലാം നടക്കുന്നേ. നടത്തണം. പിന്നെ പോൾസേട്ടാ, നമുക്ക് വൈകിട്ടത്തെ ഓണക്കമ്പറ്റി പബ്ബിലാക്കിയാലോ? ബെസ്റ്റ്. എടാ മോനെ, നിനക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയൊന്നും പോരെ? എത്ര തല്ല് കിട്ടിയാലും മതി വരാത്ത ഒരു ചെറുക്കൻ. നീ ക്ലബിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഓ, എന്നാ അങ്ങനെ തന്നെ. എടാ എന്നാ ശരി, അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെന്ന് തോന്നുന്നു. കോള് വരുന്നുണ്ട്. ശരി എന്നാ. ഹലോ. വാതില് തുറക്ക് മനുഷ്യ. എന്തുവാ മനുഷ്യ, കുറെ നേരമായല്ലോ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നു. ആരെ വിളിക്കുവായിരുന്നു? ഓ, അതാ പ്രസാദായിരുന്നടി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഡ്യൂട്ടി? ഓ, ഇതുപോലൊരു അലമ്പ് ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നഴ്സിംഗ് ഹോമിലെ പ്രാന്തന്മാരെ കൊണ്ട് എനിക്ക് വയ്യ. അതെന്നാ പറ്റി? ഓ, ഞാൻ ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു മെന പിടിച്ച റെസിഡന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഒരു പീറ്റർ. അയാൾ ഇന്നെല്ലാ റെസിഡന്റ് റൂമിൽ കയറി ഇറങ്ങിയുള്ള നാശം എല്ലാം കാണിച്ച്, എന്നിട്ട് എല്ലാരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, ചീത്ത വിളിക്കുന്നു, അഗ്രസീവ് ആകുന്നു. ഓ, ആകെ ബഹളം. അതിന്റെ കൂടെ ഫാമിലി വിസിറ്റും ഡോക്ടർ വിസിറ്റും, 2 പേരും മരിക്കാനും കിടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ഫോളുമായി, പിന്നെ ഹെഡ് ഇഞ്ചുറിയും ആംബുലൻസും ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് 2 സ്റ്റാഫിന്റെ ട്രെയിനിങ്ങും വെച്ചിരിക്കുന്നു. മനുഷ്യന് ഇന്നൊന്ന് ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല. ഹോ,
നീ ബാക്കി പറ പിന്നെന്തായി? പിന്നെന്തായിരുന്നോ? ഞാനിപ്പോഴെന്താ നിങ്ങളോട് പറഞ്ഞേ? അതാദ്യം പറ. അത് നിങ്ങളുടെ ഏതോ റെസിഡന്റിനെ കാണാൻ ഡോക്ടർ വന്ന് അന്നേരം ഡോക്ടറെ റെസിഡന്റ് അറ്റാക്ക് ചെയ്ത് അയാളുടെ തലപൊട്ടി ആംബുലൻസ് കയറ്റി വിട്ടുന്നല്ലേ? മാങ്ങാത്തൊലി, ഞാൻ ആരോടാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കില്ല. എപ്പോഴും ഫോണും കുത്തിക്കൊണ്ടിരി. എടി പോല്ലേ, ഞാൻ പറയാം. എടി ഡോക്ടറല്ല ഡോക്ടറുടെ ഫാമിലി. ദേ മനുഷ്യ, ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ഹലോ പ്രസാദ് പറയടാ. മോൾസേട്ടാ, കമ്മിറ്റി സെറ്റ് 1 മണിക്കൂറിനുള്ളിൽ എല്ലാവരും വരും. നിങ്ങൾ വേഗം വാ. എടാ ഞാൻ വരാം. ഇവിടെ ചെറിയൊരു പ്രശ്നം, ഞാനതൊന്ന് തീർത്തിട്ട് വരാം. എന്താ ചേച്ചി വന്നല്ലേ? വന്നു കിട്ടി. ഓക്കെ എന്നാ. എടി മീനെ, ഞാൻ ക്ലബിൽ പോവാ. ഇന്ന് ഓണക്കമ്മിറ്റി ഉണ്ട്. ഓ, നിങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചപ്പോ എനിക്കൊരു കുന്തവും ഇല്ല. ഞാൻ വരാൻ ലേറ്റ് ആവും. നിങ്ങൾ എന്തേലും കാണിക്കും. പോൾച്ചേട്ടാ, സുനീത് വന്നില്ലേ? അവൻ വന്നോണ്ടിരിക്കുവാന്നാ പറഞ്ഞേ. ഇപ്പൊ വരുമായിരിക്കും. അപ്പം നമ്മുടെ ഈ കൊല്ലത്തെ ഓണപരിപാടികളുടെയൊക്കെ നമ്മുടെ ക്ലബിനായാലും നല്ല പേരാകും. പിന്നെ നമുക്ക് സ്പോൺസേഴ്സും മെമ്പേഴ്സും എല്ലാം കൂടും. പറ്റിയ അടുത്ത കൊല്ലം നമുക്ക് കാർണിവൽ നടത്താം. അതിന് സെലിബ്രിറ്റി വല്ലതും ഈ കൊല്ലം കിട്ടണ്ടേ? അതെങ്ങനെയാ? അതെല്ലാം സുനീത് സെറ്റാക്കും, പേടിക്കണ്ട മക്കളെ. പോൾച്ചേട്ടാ, നമുക്ക് ഈ കൊല്ലത്തെ ഓണപരിപാടിയുടെ കൂടെ ഒരു മെൻസോളി ട്രിപ്പ് വെച്ചാലോ? എങ്ങനെയുണ്ട്? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ നടക്കുന്ന കാര്യം വല്ലതും പറയാകില്ലേ? എന്നാ നടക്കുന്നൊരു കാര്യം ഈ സുനീത് പറയാം. നീ വന്നോ? വാട മത്തേ, വാ. വന്ന് നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. സുനീതേട്ടാ, നിങ്ങൾ കാര്യം പറ. എന്താ? എന്നാ എല്ലാരും കേട്ടോ, ഈ വർഷത്തെ SH ഫാമിലി ക്ലബിന്റെ ഓണപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഈ എന്റെ കെയർ ഓഫിൽ സാക്ഷാൽ ഹണി റോസ് വരുന്നതായിരിക്കും. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? നീ പറ. നമ്മുടെ നാടകത്തിലെ സ്ത്രീവേഷത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണം. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാരം. നീ പേടിക്കണ്ട, അത് ഞാൻ ചെയ്തോളാം. നീ അതേറ്റോ? ഞാൻ ഏറ്റെന്ന്. എന്നാ എല്ലാരും വന്നേ, നമുക്കെന്നാ ഇപ്പൊ റിഹേഴ്സൽ നോക്കാം. നോക്കാം. തന്നാനീ കറുകര കറുത്തൊരു പെണ്ണാണ്, കറുകര കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്, കറുകര കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്, ഇളമാതളിരിൻ ചുണ്ടാണ്, ഇമകൾ രണ്ടും മണ്ണാണ്, ഉറുമ്പ് കാട്ടും അമ്പാണ്, പറക്കും അമ്പാണ്, കറുകര കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. ചക്കരേ കാണുമല്ലേ അല്ലേ?
എന്റെ ദൈവമേ, ഇവിടെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഈ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം ഹണി റോസ് എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? പോൾസേട്ടാ, നിങ്ങളുടെ കൂട്ടുകാരൻ എന്ത് ചെയ്യും? ആ പ്രൊഡക്ഷൻ കൺട്രോളർ. എനിക്കറിയാൻ മേലടാ, അവനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ. എനിക്ക് തല ഇറങ്ങുന്നേ, ടെൻഷൻ കേറിയിട്ട് വയ്യ. ആ ആണോ? മുഴുവൻ കറങ്ങി തീർക്കല്ലേ, ഇത് കൊടുക്കണം. എന്താടാ നീ കാര്യം പറ. ഹണി റോസ് ഇവിടെ അല്ല, UK-ലാ ഉള്ളത്, വേറെ ക്ലബിന്റെ പരിപാടിക്ക്. നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങളെ ചതിച്ചതാ. അങ്ങനെ താണ്ട ഏതോ കൗണ്ടിയിൽ ഹണ്ടിങ് ട്രിപ്പിന് പോയേക്കുന്നു. സ്റ്റാറ്റസ് നോക്കൂ പുള്ളിയുടെ. അവനെല്ലാം ഏറ്റെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം വരണമായിരുന്നു പണി തരാനായിരുന്നെന്ന്. എനിക്ക് തല ഇറങ്ങുന്നേ, എന്നെ പിടിച്ചോ. സോഫി അകലെ ഓടി വാടാ, എന്താ പോൾസേട്ടൻ പോടാ. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരത്തെ